ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അബ്ദുൾ മക്കി മരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ. ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് മക്കി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, എപ്പോഴായിരുന്നു ഈ മരണവിവരം പുറത്തുവരുന്നത്? മറ്റ് വിവരങ്ങളും കൂടി. ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഉപസംഘടനയായ ജമാഅത്ത് ഉദ്ദവയുടെ ഡെപ്യൂട്ടി ലീഡർ ഹാഫിസ് അബ്ദുൾ റഹ്മാൻ മക്കി ആണ് മരിച്ചിരിക്കുന്നത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ഇയാളുടെ അന്ത്യം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ ഭാര്യ സഹോദരനാണ് അബ്ദുൾ റഹ്മാൻ മക്കി. പ്രമേഹ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഏറെ നാളായി ഇയാൾ ലാഹോറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനിടെ രാവിലെ ഹൃദയാഘാതം ഉണ്ടാകുകയായിരുന്നു എന്നാണ് ജമാഅത്ത് ഉദ്ദവ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയ കേസിൽ മക്കിയെ 2020 തീവ്രവാദ വിരുദ്ധ കോടതി 6 മാസം തടവിന് ശിക്ഷിച്ചിരുന്നു. 2023 മക്കിയെ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച് സ്വത്തുക്കൾ മരവിപ്പിക്കുകയും യാത്രാവിലക്ക്, അതേപോലെ തന്നെ ആയുധ ഉപരോധം എന്നിവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദേവിക. ശരി, ഡൽഹിയിൽ നിന്ന് ചേർന്നത് എസ് നന്ദഗോപൻ.